ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ ഗോതമ്പ് പൊടി നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം വലിയ നേന്ത്രപ്പഴം തന്നെയാണ്. ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പഴുത്തത് നല്ല മധുരമുള്ള നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ബൂസ്റ്റാണ്. ബൂസ്റ്റിന് പകരം നിങ്ങളുടെ കയ്യിൽ ഹോർലിക്സ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ബൂസ്റ്റ് ചേർത്തിട്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് നമ്മുടെ ഒരു പലഹാരത്തിന് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറുമാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ചേർക്കാതെ നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ അരച്ച് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മതി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പലഹാരത്തിന്. ഇതിൽ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം പഴം നല്ല മധുരമുള്ളതാണ്. അപ്പോൾ പഞ്ചസാര വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ നമ്മൾ നേരത്തെ പഴം അരച്ചെടുത്തല്ലോ, ആ ടൈമിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.25 കപ്പോളം ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മൈദയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഗോതമ്പ് പൊടിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ അളവിനനുസരിച്ചായിരിക്കും അതിലേക്ക് പൊടി ചേർക്കേണ്ടത്. ചിലപ്പോൾ 1 കപ്പ് മതി, ചിലപ്പോൾ 1.25 1.5 ആവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴത്തിൻ്റെ മിക്സിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്നത് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്നതിനേക്കാൾ നല്ല ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി ഈ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കേണ്ടത് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവിയുടെ ശേഷം നിങ്ങൾ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ എടുക്കുക. എന്നിട്ട് നല്ലപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി കൊടുക്കുക. എന്നിട്ടൊരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഇതുപോലെ. അപ്പോൾ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുന്ന നേരത്ത് നമ്മൾ കുറച്ചും കൂടി നെയ്യ് തടവി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ലെവലായി കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഗോതമ്പ് പൊടി നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇവിടെ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഈ ബോൾസൊക്കെ ഓയിലിൽ ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ബോൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴേ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ലപോലെ കുക്കായി വരുള്ളൂ. ഇത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എന്തായാലും എടുക്കും. ഒരു സൈഡ് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറംവശമൊക്കെ കളർ മാറി കിട്ടും, ഉൾവശം ഒന്നും കുക്കാവില്ല. ഇത് കുറച്ച് ക്ഷമയോടെ തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്, പക്ഷെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒരുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി, കൂടുതലായിട്ട് കളർ മാറേണ്ട ആവശ്യമില്ല. ഇനി കൂടുതലായിട്ട് ഡാർക്ക് കളറായിട്ടുണ്ടെങ്കിൽ പുറം വശം നല്ല ഹാർഡാവും. ഈ ഒരു രീതിയിലായാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയത്തിലിടാം ഫ്ലെയിം. അതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ഒരുപാട് എണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല.
അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ അതാ ഗോതമ്പ് പൊടി നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരമാണ്. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടയൊക്കെ തയ്യാറാക്കൂലേ, കാണുമ്പോൾ അതുപോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ഉള്ളു നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ബൂസ്റ്റ് ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ്. ഗോതമ്പ് പൊടി നേന്ത്രപ്പഴം വെച്ചിട്ട് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക.